ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മീൻ അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ കേരയുടെ മീനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മൾ മീൻകറിക്ക് എടുക്കുന്ന ആ കഷ്ണത്തെക്കാളും കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമായ മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്കിത് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും ഈ മസാല പിടിക്കാനായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കണം. അപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ മസാല പുരട്ടി നമുക്ക് ഒരു 1 മണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് കാലം ഇരിക്കേണ്ടതാണെങ്കിൽ നല്ലെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ചുവട്ടിലൊന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഈ മീൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. ബാക്കിയിരിക്കുന്നത് ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്നത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ടാൽ ഉടനെ നമ്മൾ തവിയിട്ട് ഇളക്കി കൊടുക്കരുത്. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അതൊന്ന് പൊടിഞ്ഞു പോകും. ഞാൻ മീൻ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുത്താൽ മതി. അപ്പം നമ്മൾ ആദ്യം ഇട്ട മീൻ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഒരുപാടൊന്നും മൂത്ത് പോകണ്ട, ഒരു 3/4 ഭാഗത്തോളം ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയിരിക്കുന്നതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മുഴുവൻ മീനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഈ വറുത്ത ഓയിലിട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഈ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വേറെ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവായും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെളുത്തുള്ളിയോളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുന്നതാണ്. അപ്പം ഒരു 1/2 കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ആ പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് ഒരു ചുവപ്പ് നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എരിവ് വേണ്ടിയവർക്കാണെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പം 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ പൊടികളെല്ലാം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യമേ മീനിനകത്ത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് മസാലക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് വിനാഗിരിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി വേണം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളി കുറവുണ്ടെങ്കിൽ വിനാഗിരി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിന് ഉപ്പും പുളിയൊക്കെ പാകത്തിനുള്ളതുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളമയം ഒട്ടുമില്ലാത്ത കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ 2 ദിവസമെങ്കിലും നമ്മൾ വെളിയിൽ തന്നെ വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നവരാണ് 2 ദിവസമെങ്കിലും വെളിയിൽ വെച്ചിട്ട് വേണം ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്തേക്കണേ.